പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാക്കോയും മേരിയും എന്ന പരമ്പരയിൽ ചാക്കോയെ രക്ഷിക്കുന്നതിനായി അപ്രതീക്ഷിതമായ പുതിയൊരു അതിഥി കടന്നു വന്നിരിക്കുകയാണ്. ശർമാജി കുര്യച്ചനെ ചെന്ന് കണ്ട് കുര്യച്ചനോട് ഇപ്പോൾ അടക്കം ചെയ്തത് ചാക്കോയുടെ ഡെഡ് ബോഡി തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചതിനെ തുടർന്ന് കുര്യച്ചൻ പകച്ചു പോകുന്നു. ഇതേ തുടർന്ന് തനിക്ക് ആ കാര്യത്തിൽ യാതൊരു വിശ്വാസവും വന്നിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന ശർമാജി ചാക്കോ നടക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഊന്നുവടി കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു. പക്ഷേ ഇതെല്ലാം കേൾക്കാൻ ഇടയാകുന്ന സേവ്യറും സണ്ണിയും കാര്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി ഉടൻ തന്നെ അവിടേക്ക് കയറി വരികയും ഇതെല്ലാം സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശർമാജിയുടെ തന്ത്രമാണ് എന്ന് ആരോപിക്കുകയും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ശർമാജിയെ അപമാനിച്ച് പറഞ്ഞുവിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ സേവ്യറിന്റെ വാക്കുകൾ കേൾക്കുന്ന ശർമാജി മൃതദേഹം ഇവിടെ തന്നെയല്ലേ കുഴിച്ചിട്ടത് എന്ന് പറയുകയും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം തനിക്ക് അറിയാമെന്ന് വ്യക്തമാക്കി അവിടെ നിന്ന് പോകുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കുര്യച്ചനോട് ആലീസും ശർമാജി പറഞ്ഞതിൽ കാര്യമില്ലേ എന്ന് ചോദിക്കുകയും അതുകൊണ്ട് തന്നെ ഒരു അന്വേഷണം നമ്മുടെ രീതിയിൽ നടത്തേണ്ട ആവശ്യമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ കുര്യച്ചൻ തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചാക്കോ തന്നെയാണ് മരിച്ചത് എന്ന് പറയുകയും ഇനി ഈ കാര്യത്തിൽ തനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് വ്യക്തമാക്കി അവിടെ നിന്ന് പോകുകയും ചെയ്യുന്നു. പക്ഷേ സണ്ണി സേവ്യറെ ചെന്ന് കണ്ട് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് പറയുകയും ചാക്കോയുടെ മൃതദേഹമാണ് അടക്കം ചെയ്തത് എന്നുള്ള കാര്യം തെളിയിക്കുന്നതിനായെന്നും ശർമാജിക്ക് കഴിയില്ല എന്നും പക്ഷേ ശർമാജി പറഞ്ഞ കാര്യത്തിൽ കാര്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്ന സണ്ണി സേവ്യറിനോട് ഒരു പക്ഷേ ആന്റണി ചതിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും അതുകൊണ്ട് തന്നെ അവനെ ഫോൺ ചെയ്ത് കാര്യങ്ങൾ അന്വേഷിക്കാൻ പറയുകയും ചെയ്യുന്നു. പക്ഷേ ആന്റണിയെ ഫോൺ ചെയ്യുന്നുവെങ്കിലും ഫോണിൽ ലഭിക്കുന്നില്ല. ഇതേ തുടർന്ന് സേവ്യറിന്റെ മനസ്സിലേക്കും സംശയങ്ങൾ വന്നു തുടങ്ങുന്നു. എന്നാൽ ഇതേ സമയം താൻ അകപ്പെട്ട പിച്ച സംഘത്തിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുക എന്നറിയാതെ പകച്ചു പോകുന്ന ചാക്കോ തന്നെ ആന്റണി ചതിക്കുകയായിരുന്നു എന്നുള്ള കാര്യം തിരിച്ചറിയുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയം തന്റെ കൂട്ടുകാരിയെ ചെന്ന് കാണുന്ന മേരി തന്റെ സംശയം തുറന്നു പറയുകയും താൻ രൂപത്തിൽ കണ്ട ചാക്കോ തന്നെയാണോ ഇതെന്ന് തെളിയിക്കാൻ വേണ്ടി മാത്രമാണ് താനിപ്പോൾ ശ്രമിക്കുന്നത് എന്നും അതറിയാതെ തനിക്ക് യാതൊരു സമാധാനവും ലഭിക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനായുള്ള ശ്രമവുമായി മേരിയുടെ കൂട്ടുകാരി മുന്നോട്ട് പോകുന്നുവെങ്കിലും മേരി അതൊന്നും കേൾക്കാൻ തയ്യാറാകാതെ ഒടുവിൽ കസ്തൂരിക്ക് വേണ്ടി കസ്തൂരിയുടെ കൂടെ ജോലി ചെയ്യുന്നതിന് വേണ്ടിയുള്ള നിർണായകമായ തീരുമാനം എടുക്കുകയും ചെയ്യുന്നു. ചാക്കോയുടെയും മേരിയുടെയും പ്രണയം വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്തായാലും സത്യങ്ങളെല്ലാം കുര്യച്ചൻ ഉടൻ തന്നെ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.